നമസ്കാരം സുഹൃത്തുക്കളെ, സാദരപ്രണാമം. ഇന്നത്തെ ഹോട്ട് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ടാറ്റയെ ബഹിഷ്കരിക്കുക. നമ്മൾ SDPI എന്ന് പറയുന്ന സംഘടന ടാറ്റ ബക്രീദ് പ്രമാണിച്ച് ടാറ്റയുടെ എല്ലാ ഉൽപ്പന്നങ്ങളെയും ബഹിഷ്കരിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു അജണ്ട. അപ്പോൾ എങ്ങനെ പറ്റും? ഇത് ഇവർക്ക് സാധ്യമാവുന്നൊരു സംഭവമാണോ? സ്റ്റുഡിയോ പോലത്തെ ഒരേ ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ ഒരേ ഒരു മോൾ ബഹിഷ്കരിച്ചാൽ, ഷോപ്പിംഗ് മോൾ ബഹിഷ്കരിച്ചാൽ ഉണ്ടാവുന്നതാണോ ഇവരുടെ ഈ പറയുന്ന ബഹിഷ്കരണം? സാധ്യമാവണോ? ടാറ്റയെ ബഹിഷ്കരിക്കുക എന്ന് പറയുകയാണെങ്കിൽ ടാറ്റയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും ബഹിഷ്കരിക്കണം, ശരിയല്ലേ? ഈ ടാറ്റയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപ്പ്, നമ്മൾ താമസിക്കുന്ന വീട്ടിൽ മെറ്റൽ, സിമെൻറ്റ് തുടങ്ങി നമ്മൾ കാണുന്ന TV, ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ ടാറ്റ, ജാഗ്വർ, ലാൻഡ് റോവർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മിക്കവാറും ഈ കമ്മ്യൂണിറ്റിക്കാരുടെ അടുത്തുള്ള വണ്ടികൾ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ. അതായത് ഒരു ദിവസം ഒരു വ്യക്തി ടാറ്റയുടെ ഒരു ഉൽപ്പന്നം പോലും ഉപയോഗിക്കാത്തതില്ല. ആ വ്യക്തികളാണ് പറയുന്നത് ടാറ്റയുടെ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു 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 പർട്ടിക്കുലർ ബ്രാൻഡ് മാത്രം അവർ ബഹിഷ്കരിക്കുന്നത്. അതും അവരാണ് ബഹിഷ്കരിക്കുന്നത്, അവർ കുറച്ച് പേരാണ് ബഹിഷ്കരിക്കുന്നത്. ഈ നാട്ടിൽ മുസ്ലിംസ് മാത്രമല്ല ഉള്ളത്, SDPIക്കാർ മാത്രമല്ല ഉള്ളത്. SDPI എന്ന് പറയുന്ന ഈ സംഘടനക്കാർ മാത്രമാണ് മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ അതും സത്യമല്ല. ബാക്കിയുള്ള മുസ്ലിംസ് ഉണ്ട്. ദേശത്തിനോട് സ്നേഹം പുലർത്തുന്ന, ദേശത്തിനെ അഭിവൃദ്ധി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിരന്തരം പ്രയത്നിക്കുന്ന ഒരുപാട് മുസ്ലിം കമ്മ്യൂണിറ്റി സഹോദരന്മാരുണ്ട്. അപ്പോൾ ഈ നിസ്സാരം വരുന്ന, അതായത് 140 കോടി ജനങ്ങളിൽ നിസ്സാരം വരുന്ന കുറച്ച് ആയിരങ്ങൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്തില്ല വെച്ചാൽ ടാറ്റയ്ക്ക് ഇത് കണ്ട് പുല്ല, മനസ്സിലായോ? അത്രയേ ഉള്ളൂ. എന്നാൽ ഞങ്ങളൊന്ന് തീരുമാനിക്കുകയാണ്, ഈ 140 കോടിയിൽ ഏകദേശം 60% ഹിന്ദുസാണ്. ഞങ്ങളൊന്ന് തീരുമാനിക്കുകയാണ്, SDPI കമ്മ്യൂണിറ്റിക്കാർ നടത്തുന്ന കടകളിൽ നിന്ന്, അല്ലെങ്കിൽ എനിക്ക് ഇസ്ലാമിക സഹോദരന്മാരെ എനിക്കത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. കാരണം അവരിൽ ഒരുപാട് നല്ലവരുണ്ട്. ഇപ്പോൾ ദേശദ്രോഹം കാണിക്കുന്ന ചില ചെറ്റ പട്ടികളുടെ കടകളിൽ നിന്ന് ഇനി തൊട്ട് ഞങ്ങൾ ഒന്നും വാങ്ങിക്കില്ല, ഞങ്ങൾ അവരുടെ അടുത്ത് കച്ചവടത്തിന് നിൽക്കില്ല എന്ന് ചിന്തിച്ചാൽ ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം നിങ്ങളുടെ അടുത്ത് അത്രയ്ക്കും ഉൽപ്പന്നങ്ങളില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതുമായിട്ടുള്ള തോന്നിവാസമായിട്ട് കൊണ്ടുവരരുത്. നിങ്ങൾ ഹമാസിനെ സപ്പോർട്ട് ചെയ്യലും തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യലും ഈ ഭാരതത്തിൽ നിന്നിട്ട് വേണ്ട. ഞങ്ങൾ ഭാരതീയർ എന്ന് പറയുന്ന ഒരു ജനതയുണ്ട്. അതിൽ ഹിന്ദുസ്, ക്രിസ്ത്യാനികൾ, മുസ്ലിമുകൾ എല്ലാവരും വരുന്നുണ്ട്. സിഖായാലും പാർസിയായാലും എല്ലാവരും വരുന്നുണ്ട്. വിഘടനവാദം കൊണ്ടുവന്ന് നിങ്ങൾ ഈ ദേശത്തെ ജനങ്ങളെ അനാവശ്യമായിട്ട് രണ്ടാക്കി കാണാനുള്ള ഒരു പരിശ്രമം നിങ്ങളുടെ പാഴായി പോവുകയുള്ള മക്കളെ. കാരണം ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് നല്ല ചങ്കുറ്റമുള്ള ഒരു പ്രധാനമന്ത്രിയാണ്. ഇന്ന് ഇന്ത്യ ലോകത്തിൻ്റെ നെറുകയിലെത്തിയിരിക്കുന്നത് 3ാം സ്ഥാനത്താണ്. ഇപ്പോൾ അധികം താമസിക്കേണ്ട 1ാം സ്ഥാനത്ത് ഇന്ത്യ എത്തും. പൂർണ്ണ ഉറപ്പോടുകൂടിയിട്ടാണ് എത്തിക്കുന്നത്. ആ ചങ്കറപ്പുള്ള ഒരു വ്യക്തി മാത്രമായിട്ട് ഭരിക്കുന്നുണ്ടെന്നൊന്നും ഞാൻ പറയില്ല. അതിൻ്റെ പിന്നിൽ ഒരു വലിയ ടീമുണ്ട്, നല്ല ക്വാളിഫൈഡ് ജനതയുണ്ട്. ആ ജനതയുടെ സപ്പോർട്ട് അദ്ദേഹത്തിനുണ്ട്. ഓക്കെ, ഇത് കേരളമാണ്, 100% ലിറ്ററസിയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ പറയുന്ന കോഴിക്കോടും മലപ്പുറത്തൊക്കെ 6 വരിപ്പാത വികസനം വന്നിട്ടുണ്ട്. ഇന്നലെ കണ്ടു ന്യൂസിൽ. 6 വരിപ്പാതയിൽ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ പോലും അറിയാത്തതാണ് 100% ലിറ്ററസിയുള്ള കേരളം. അവർ വണ്ടി ഓടിക്കുന്നത് അവിടെ വച്ചിരിക്കുന്ന ഡിവൈഡേഴ്സ്, പ്ലാസ്റ്റിക് ഡിവൈഡേഴ്സിനെ നശിപ്പിച്ചുകൊണ്ട് കയറാൻ പാടില്ലാത്ത എൻട്രിയിലൂടെ കയറിയിട്ട് ആക്സിഡൻസ് വരുത്തിയിരിക്കുന്നതാണ് കേരളത്തിലെ 100% ലിറ്ററസി. ഇത്രയും അത് ഒരുപാട് പഠിച്ചു, PhD എടുത്തു, പക്ഷേ സ്വന്തം അമ്മയോട് എങ്ങനെ പെരുമാറണം എന്നറിയില്ല, സ്വന്തം അച്ഛനോട് എങ്ങനെ പെരുമാറണം എന്നറിയില്ല, തൻ്റെ വീട്ടിലെ വരുന്ന വരുമാനത്തിനനുസരിച്ച് ചെലവ് ചെയ്യാനറിയില്ല, മറ്റുള്ളവരുടെ വീട്ടിൽ എന്ത് നടക്കണമെന്ന് മാത്രം അന്വേഷിക്കുന്ന ഒരു വൃത്തികെട്ട ജനതയായിട്ടാണ് കേരളത്തിലെ 100% ലിറ്ററസിയുള്ള എല്ലാവരും എന്ന് പറയുന്നതിലും തെറ്റുണ്ട്. എല്ലാവരുമല്ല, ഈ വിഘടനവാദികളും വിവരമില്ലായ്മ ഉള്ള കുറേ നശൂനങ്ങളും വളരുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനത്തെ തെണ്ടികളെ നമ്മൾ ബഹിഷ്കരിക്കേണ്ടതായിട്ടുള്ള സമയം വന്നിരിക്കുന്നു. ടാറ്റയെ വെല്ലുവിളിക്കാൻ വന്നിരിക്കുന്നു. ടാറ്റ എൻ്റെ വീട്ടിലെ കുടുംബസ്വത്തൊന്നുമല്ല. ഈ നാടിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ടാറ്റ. ലാഭത്തിലും കൂടുതൽ, ലാഭം കുറവും, പക്ഷേ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ മിതമായ നിരക്കിലെത്തിക്കാൻ പ്രാപ്തിയുള്ള ഒരു കമ്പനി കൂടിയാണ്
ടാറ്റ. ടാറ്റയുടെ സ്വപ്നങ്ങൾക്കൊപ്പം നിങ്ങൾക്ക് പറക്കാൻ കഴിയില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഭാരതീയൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് മേക്ക് ഇൻ ഇന്ത്യ കൺസെപ്റ്റ്, ടാറ്റയുടെ ഉൽപ്പന്നങ്ങൾ മേക്ക് ഇൻ ഇന്ത്യ ആയിട്ട് ലോകം അംഗീകരിക്കുമ്പോൾ നിങ്ങളെപ്പോലുള്ള ഇച്ചിരി പോകുന്ന എന്തു പറയുക ഈയാമ്പാറ്റകൾ എന്ത് പറഞ്ഞാലും ഒന്നും നടക്കാൻ പോകില്ല. കേട്ടല്ലോ? ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.